ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ വിജിലൻസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. അന്വേഷണ ഉത്തരവ് ഇന്ന് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. വിജിലൻസ് SP K കാർത്തിക് നേതൃത്വം നൽകും. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച CPI. കുറ്റവാളിയാണെങ്കിൽ സംരക്ഷിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ജോലിഭാരത്തെ തുടർന്ന് ജീവനക്കാരി മരിച്ച സംഭവത്തിൽ പരാതിയുമായി കൂടുതൽ ജീവനക്കാർ. EY കമ്പനി ചെയർമാന് മറ്റൊരു ജീവനക്കാരി അയച്ച മെയിൽ സന്ദേശം പുറത്ത്. ഇത് ആദ്യ സംഭവമല്ലെന്നും ഇനിയൊരു അന്ന ഉണ്ടാകരുതെന്നും സന്ദേശത്തിൽ. അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട ചെയർമാന്റെ പ്രതികരണത്തിന് മറുപടിയായാണ് ജീവനക്കാരിയുടെ മെയിൽ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനടക്കമുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിലെ മണ്ണും മരങ്ങളും നീക്കും. നാവികസേനയുടെ ഡൈവർമാർ ഉച്ചയോടെ എത്തും. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞത് തെരച്ചിലിന് അനുകൂലം. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പ്രതീക്ഷയെന്ന് ഈശ്വർ മൽപെ. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി ജയിൽ മോചിതനാകുന്നതിൽ തീരുമാനം ഇന്ന്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിചാരണ കോടതി ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിക്കും. കർശന ഉപാധികൾക്ക് സാധ്യത. തെക്കൻ ലെബനനിൽ വ്യോമാക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. യുദ്ധപ്രഖ്യാപനമെന്ന് ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസ്രുള്ള. അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ബ്രിട്ടൻ. നയതന്ത്ര പരിഹാരം വേണമെന്ന് US. വിഷയം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി യോഗം ഇന്ന്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തിയിരുന്ന സമരം ഭാഗികമായി അവസാനിപ്പിച്ചു. പിന്മാറ്റം പ്രളയ സാഹചര്യം കണക്കിലെടുത്ത്. നാളെ മുതൽ അവശ്യ സേവനങ്ങൾ പുനരാരംഭിക്കും. OP ബഹിഷ്കരണം തുടരും.